അപ്പോൾ ഗൈസ് ആദ്യം തന്നെ പറയാനുള്ളത് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ഫുൾ A+ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. സോ പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ സൈലന്റ് ക്ലാസ്സുകൾ കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് ബ്ലോഗർമാരുണ്ട്, ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അഭിനവ് എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടല്ലേ നമ്മുടെ സൈലത്തിന്റെ ക്ലാസ്സുകളൊക്കെ കാണുന്നതാണ്, ഷോർട്ടുകളും റീലുകളൊക്കെ കാണാറുണ്ട്. അതേപോലെ ഒരുപാട് കുട്ടികൾ, ഒരുപാട് പെൺകുട്ടികളുണ്ട്. കഴിഞ്ഞ വർഷം ഏതൊരു മോളത്തെ കണ്ടിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ബ്ലോഗുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിനവേക്ക്. അപ്പോൾ ഇന്ന് മാർച്ച് 15 ആണ്. സമയം ഏകദേശം ഫോക്കസ് ആകുന്നില്ലല്ലോ, 11 മണിയാകാറായിട്ടുണ്ട്. അപ്പം 11 മണിക്കാണ് നമ്മളിപ്പം പഠിക്കാനിരിക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരെ ടേബിളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ നാളെയാണ് മാത്സിൻ്റെ പബ്ലിക് എക്സാം. അതായത് നിങ്ങൾ ഇന്ന് കാണുന്നതിൻ്റെ നാളെയാണ് പബ്ലിക് എക്സാം. അപ്പോൾ ഇന്ന് മാക്സിമം നമ്പർ ഓഫ് A+ ലെവൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാമെന്നാണ് ഈ ഒരു വ്ളോഗിലൂടെ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് തുടങ്ങാം. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഓൾറെഡി സോൾവ് ചെയ്തിരുന്നു, ഇന്നലെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ മാത്സിൻ്റെ 6 മാർക്സിൻ്റെ ലൈവ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അത് നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അമീൻ സാറും ഫൂഫു സാറൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് തീർച്ചയായും എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ടൈം ലാപ്സ്ഡ് വീഡിയോ. ഞാനിപ്പോൾ 6 മാർക്കിൻ്റെ ലൈവാണ് കാണുന്നുള്ളത്. അപ്പോൾ ഈ ലൈവ് എല്ലാവരും കണ്ടെന്ന് ഉറപ്പുവരുത്തുക. സൈലത്തിൻ്റെ എല്ലാ ലൈവും കാണുക. പഠിത്തം എങ്ങനെ പോകുന്നുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ അതും കഴിഞ്ഞു. 6 മാർക്കിൻ്റെ 1 മാത്രമേ ഞാൻ എഴുതിയുള്ളൂ. ബാക്കിയൊക്കെ നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ബുക്കിൽ എഴുതി പ്രാക്ടീസ് ചെയ്തുള്ളൂ. ബാക്കിയൊക്കെ നോക്കി വെച്ചു. അതിനുശേഷം ഞാൻ 5 മാർക്സിൻ്റെ ഒരു ലൈവ് കാണാൻ ബാക്കിയുണ്ടായിരുന്നു. ഇതും കൂടി കണ്ടാൽ സൈലത്തിൻ്റെ ഏകദേശം ലൈവും ഫിനിഷായി മാത്സിൻ്റെ. അതുകൊണ്ട് തന്നെ ഞാൻ അതും കൂടി കാണാൻ തീരുമാനിച്ചു. ക്വസ്റ്റ്യൻസൊക്കെ ബുക്കിൽ സോൾവ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ടൈം ലാപ്സ്ഡ് വീഡിയോ ആണ് ഇവിടെ കാണുന്നുള്ളത്. അപ്പോൾ AD സാർ അടിപൊളിയാക്കി എടുത്തു. ഫൂഫു സാറും അതിലുണ്ടായിരുന്നു, അടിപൊളിയാക്കി തന്നെ എടുത്തു. സമയം ഏകദേശം 2 മണിയാകാറായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്നില്ല, എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം. നമ്മുടെ എക്സാമിനറിൽ മാത്സിൻ്റെ ക്ലാസ് ഉണ്ട്, എന്തായാലും അതും കൂടി കാണാം. ഇന്ന് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അതുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ഹണ്ട് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാനിപ്പം അലൻ സാറാണെന്ന് തോന്നുന്നല്ലേ, അലൻ സാറിൻ്റെ ക്ലാസ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ സോൾവ് ചെയ്യുന്നുണ്ട് ഇവിടെ. അതിൻ്റെ ടൈം ലാപ്സ്ഡ് വീഡിയോ ആണ് ഇവിടെ കാണുന്നുള്ളത്. അപ്പോൾ ഗൈസ് നമ്മുടെ അലൻ സാറിൻ്റെ ക്ലാസ് ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. സമയം 2:10 ആണ്. നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ പോകാം. ഞാനിപ്പോൾ അത് ബാക്ക് അടിച്ചിട്ടുണ്ട്. നമ്മുടെ SLC ഫൂഫു സാറിൻ്റെ സൈലത്തിൻ്റെ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് തുടങ്ങാറായിട്ടുണ്ട്. ഞാൻ എന്തായാലും ഫുഡ് കഴിച്ച് വന്നപ്പോഴേക്കും ആ ലൈവ് തുടങ്ങിയിട്ടുണ്ട്. കറക്റ്റ് 3 മണിക്ക് തന്നെ തുടങ്ങി. 3:07 തോന്നുന്നു കേട്ടോ ഗൈസ് ഞാൻ തുടങ്ങി. ഓക്കെ, 3:07 ലൈവ് തുടങ്ങി. അപ്പോൾ ഞാൻ ലൈവിൽ തന്നെ ഇരുന്നു. അപ്പോൾ ലൈവിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെ ഫൂഫു സാറ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എ ബിഗ് സല്യൂട്ട് സാർ, പൊളിയായിരുന്നു സാർ. 3 മണി വരെ അല്ലെങ്കിൽ 4 മണി വരെ ആയിട്ട് ഇരുന്നിട്ടാണ് ഈ സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് ഞാൻ പറഞ്ഞിരുന്നു. താങ്ക് യു സോ മച്ച് സാർ ഫോർ ദിസ് മച്ച് എഫേർട്ട്. അതിൻ്റെ ഇടയിൽ സാറ് ഇവിടെ ഒന്ന് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് സമയം സാറ് ലൈവ് കുറച്ച് ബാക്കിൽ മുമ്പ് തന്നെ എനിക്ക് ആ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വേറൊരു PYQ എടുത്ത് സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു PYQ എടുത്തിട്ടുണ്ട് ഗൂഗിളിൽ നിന്ന്. അപ്പോൾ ആ ഒരു PYQ ആണ് ഇവിടെ സോൾവ് ചെയ്യുന്നുള്ളത്. ടോട്ടൽ ഞാൻ ഇന്ന് എത്ര ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു എന്നുള്ള നമ്പർ ഞാൻ ഈ ഒരു വ്ളോഗിൻ്റെ അവസാനം ഉൾപ്പെടുത്താം കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് സോൾവ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെ സോൾവ് ചെയ്തു. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ സോൾവ് ചെയ്തു. അപ്പോൾ നമ്മുടെ സൈലത്തിലും ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ സൈലന്റ് ക്ലാസ്സുകൾ കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് ബ്ലോഗർമാരുണ്ട്, ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അഭിനവ് എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടല്ലേ നമ്മുടെ സൈലത്തിന്റെ ക്ലാസ്സുകളൊക്കെ കാണുന്നതാണ്, ഷോർട്ടുകളും റീലുകളൊക്കെ കാണാറുണ്ട്. അതേപോലെ ഒരുപാട് കുട്ടികൾ, ഒരുപാട് പെൺകുട്ടികളുണ്ട്. കഴിഞ്ഞ വർഷം ഏതൊരു മോളത്തെ കണ്ടിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ബ്ലോഗുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ക്ലാസ് ആയിരിക്കും. എല്ലാ കുട്ടികൾക്കും ഒരു മികച്ച ക്ലാസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ് ഇതായിരുന്നു ആ സംഭവം. ഫൂഫു സാർ എൻ്റെ പേരെടുത്ത് പറഞ്ഞു, വ്ളോഗർ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലാത്തൊരു സംഭവമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരു സെപ്പറേറ്റഡ് വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അത് അത്രയ്ക്ക് സന്തോഷമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടാൻ കാരണം. അപ്പോൾ ഇത് എൻ്റെ ഒരു ടൈം ലാപ്സ്ഡ് വീഡിയോ ആണ് കേട്ടോ, ഞാൻ ലൈവ് കാണുന്നതിൻ്റെ. സോ ഗൈസ് ഇപ്പോൾ ഇവിടെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം ഏകദേശം 5:40 ആയിട്ടുണ്ട്. 5:40, 35 ആയിട്ടുണ്ട്. അപ്പോൾ ലൈവ് ഇപ്പോൾ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്തായാലും നമുക്ക് അതിൽ തന്നെ പോകാം. കുറച്ചധികം ബാക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്.
ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ടൈം പോയി ഗൈസ്. എന്തെങ്കിലും ആട്ടെ, നമ്മൾ ഇന്ന് എന്തായാലും ഈ ഒരു ലൈവ് മുഴുവൻ കണ്ടിട്ട് മാത്രമേ ഇന്ന് ഉറങ്ങുന്നുള്ളൂ. ഇന്ന് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് തന്നെ ഉറങ്ങുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ക്ലാസ്സൊക്കെ കാണുന്നതിൻ്റെ ഇടയിൽ കറണ്ട് പോയി ഗൈസ്. കറണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പണി തരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പവർ കട്ട് പോകാറുണ്ട് വൈകുന്നേരം ആകുമ്പം. അപ്പോൾ അതിനിടയിൽ ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങി. അപ്പോൾ ഈ മുമ്പിൽ കാണുന്നുള്ളത് സൂര്യകാന്തിയുടെ ചെടികളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടികളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വേറെയും പൂക്കൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെടികളുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ്റെ ഡയറക്ഷനിലായിരിക്കും ഇത് എപ്പോഴും ഉണ്ടാവുക. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇത് എപ്പോഴും ആ ഭാഗത്തേക്കായിരിക്കും, ഇത് വെസ്റ്റോ ഈസ്റ്റോ കേസ് എനിക്കറിയില്ല. അപ്പോൾ സൂര്യൻ്റെ സൂര്യൻ ഉദിക്കുമ്പോൾ ആ ഭാഗത്തേക്ക്, സൂര്യൻ സൺസെറ്റിൽ അത് വേറെ സൈഡിലേക്കായിരിക്കും. അപ്പോൾ എന്തായാലും കറണ്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മളുള്ളിലേക്ക് വന്നു ക്ലാസ് കാണാനിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടിപൊളി ക്ലാസ് ആയിരുന്നു. അതെനിക്ക് മറക്കാൻ പറ്റില്ല ഗൈസ് ആ ഒരു ക്ലാസ്. കാരണം അത്രയ്ക്കും നല്ല നല്ല എക്സ്പീരിയൻസ് ആ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിനുപരി അത്രയ്ക്കും ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫൂഫ് സാർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഫുഡും കഴിച്ചതിന് ശേഷം വീണ്ടും ക്ലാസ് കാണാൻ തന്നെ ഇരുന്നിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് ഒന്ന് തീർത്തിട്ട് മാത്രമേ നമ്മൾ ഇന്ന് ഇവിടെ ഉറങ്ങുന്നുള്ളൂ ഗൈസ്. എത്ര ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫൂഫ് സാർ ഇത് കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് സാർ. ഫൂഫ് സാർ അടിപൊളി ക്ലാസ് ആയിരുന്നു. അടിപൊളി ക്ലാസ് എന്ന് വെച്ചാൽ വേറെ ലെവലായിരുന്നു. അപ്പോൾ ഒരുപാട് നല്ല നല്ല ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾ ഈ ലൈവ് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒരു ലൈവ് കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അടിപൊളി ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിരുന്നു. പിന്നീട് ചൂടെടുത്ത് ഞാൻ ഇവിടെ ഒരു ഫാനും ഇവിടെ മുകളിൽ വേറൊരു ഫാനും ഏറ്റവും ടോപ്പ് ലെവൽ സ്പീഡിലിട്ടിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കാരണം അത്രയ്ക്ക് ചൂടാണ് കേസ്, ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. സമയത്തെ രാത്രി 10:40 ഈ 10:40 ഇത്രയ്ക്കും ചൂട്. ഞാൻ ചൂടെടുത്ത് ഒരുവിധം ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ 2 ഫാൻ ഇട്ടിട്ട് ഇരിക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് അവസ്ഥ എന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നീട് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ തന്നെ സോൾവ് ചെയ്ത് നമുക്ക് തന്നെ ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലാണ് കിട്ടുന്നുള്ളത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേസ് ആ ഒരു സന്തോഷം. അത് വേറെ തന്നെ ലെവലാണ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആകെ 4 സ്റ്റെപ്പിൽ ചെയ്തത്. ഫൂഫ് സാറ് വേറെ തന്നെ ഒരു സ്റ്റെപ്പിൽ, അതായിരുന്നു ശരിക്കും ചെയ്യേണ്ടത്. ആ സ്റ്റെപ്പിലൂടെ ഫൂഫ് സാറിന് അത് 2 സ്ലൈഡോളം എടുത്തു. ഞാനത് 4 സ്റ്റെപ്പിലൂടെ ഡയറക്റ്റ് ഉത്തരം കിട്ടി. അപ്പോൾ അതൊക്കെ എന്തോ ഒരു ടൈപ്പ് പ്രൗഡാണ് കേസ്. അത് ഭയങ്കര എനിക്ക് നിങ്ങൾക്ക് അത് ഉണ്ടാവാൻ പറ്റും. മാത്സിലൊക്കെ ഒരു സ്വന്തമായിട്ടൊരു ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ രാത്രി ഏകദേശം 1 മണി ആയപ്പോഴേക്കും നമ്മൾ 57 ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തു ഗൈസിന്ന്. അപ്പോൾ ഞാൻ ഇവിടെ ടിക്കറ്റ് കൊണ്ട് വന്നിരുന്നു എത്ര ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു എന്ന്. അപ്പോൾ ടോട്ടൽ 57 ക്വസ്റ്റ്യൻസ് നമ്മൾ നോട്ട് ബുക്കിൽ എഴുതിയിട്ട് തന്നെ സോൾവ് ചെയ്തു. പിന്നീട് ഏകദേശം ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു 75 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് എന്തായാലും സോൾവ് ചെയ്തിട്ടും കണ്ടിട്ടുണ്ടാവും ഗൈസ്, ഐ ആം ഷുവർ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റി. നമ്മുടെ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് ഞാനിവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഐ തിങ്ക് അത് ഒരു 12 മണി 12 കാലമാകുമ്പോൾ ആ ഒരു ലൈവ് കഴിഞ്ഞിരുന്നു. ഫൂഫ് സാറ് ബിഗ് സല്യൂട്ട് സാർ. നിങ്ങളൊരു 9 മണിക്കൂർ മിനിമം എടുത്തിട്ടുണ്ടാവും, 10 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും സാർ ക്ലാസ്. അപ്പോൾ നമുക്ക് വേണ്ടി ഇത്രയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ ഒരു വീക്കിൽ സോൾവ് ചെയ്തതാണ് കേട്ടോ. ഈ ഒരു വീക്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു. അപ്പോൾ ഈ ഒരു വ്ളോഗ് കഴിയുന്നതിന് മുൻപേ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഡേയും ഈ ഒരു ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെ ഈ ഒരു ലൈവും എനിക്ക് മറക്കാൻ പറ്റില്ല ഗൈസ്. താങ്ക് യു സോ മച്ച് സാർ ഫോർ മേക്കിംഗ് ഇറ്റ് ദിസ് മച്ച് പ്രഷ്യസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ കഴിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ചെയ്യുന്നു എക്സാമിൽ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ വാച്ചിങ്, ദിസ് ഇസ് മീ അഭിനവ്.